ഇന്ന് 5ാമത്തെ ക്ലാസ് ആണ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോകുമ്പോൾ ഏതാണ്ട് ഒരു 11 മണിയായി കാണും. അപ്പൊ നോർമലി എനിക്കൊരു വാട്സപ്പ് ചാറ്റ് വന്നു. ഞാനതൊന്ന് എടുത്തു നോക്കി. അവരെന്നോട് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നല്ല ഒരു അക്കൗണ്ടന്റ് ആകാൻ എന്ത് ചെയ്യണമെന്നാണ്. നമുക്ക് നോളജ് വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് സബ്ജക്റ്റിലാണോ ആ സബ്ജക്റ്റിലേക്ക് നമ്മുടെ നോളജിനെ നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ എന്നും വ്യക്തി തന്നെയാ. ഞാൻ 10 വയസ്സുള്ളപ്പോഴൊരു വ്യക്തിയാണ്. ആ വ്യക്തി വലുതായി എന്ന് നമ്മൾ പറയുന്നത് വയസ്സ് കൂടുമ്പോഴല്ല, എൻ്റെ നോളജിന് മാറ്റങ്ങൾ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ വളർന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ 10 വയസ്സുള്ള ഞാൻ 55 വയസ്സായാലും 60 വയസ്സായാലും ഞാൻ വളർന്നു എന്ന് എനിക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളർന്നു വലുതായി എന്ന് പറയാം. പക്ഷെ നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വളർന്നു എന്ന് നമുക്ക് സെൽഫായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വ്യക്തി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വ്യക്തി എപ്പോഴും അതേ വ്യക്തി തന്നെയാണ്. നോളജ് നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ നമ്മളുടെ ഉയർന്ന തലങ്ങളിൽ കണ്ടെത്തും. അതാണല്ലോ അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ കൗരവ പടയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്, ആ വില്ല് വലയ്ക്കാനായിട്ട് വിസമ്മതിച്ച് നിൽക്കുമ്പോ ശ്രീകൃഷ്ണൻ പറയുന്നു, ആ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട്, നീ ധർമ്മമാണ് സംരക്ഷിക്കേണ്ടത്, നീ ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലേക്ക് എന്തു വന്നു? ആ ഒരു ധർമ്മത്തിന്റെ ആ ഒരു നോളജ് അദ്ദേഹം ഇമ്പാർട്ട് ചെയ്യപ്പെടുകയും അദ്ദേഹം വില്ല് കൊലയ്ക്കുകയുമാണ് ചെയ്തത്. അവിടെയാണ് ഒരു വ്യക്തി വളരുന്നത്, ആ വ്യക്തിയിലേക്ക് നമ്മൾ ഇമ്പാർട്ടിങ് നടത്തുന്നത്. അല്ലാതെ വ്യക്തി മാറുന്നില്ല, പക്ഷെ വ്യക്തി മാറുന്നത് അവനിലേക്ക് നോളജ് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോളായിരിക്കണം. അപ്പൊ ഒരു അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആള് എപ്പോഴും മനസ്സിൽ കണക്കാക്കേണ്ടത് ഞാനൊരു അക്കൗണ്ടന്റ് ആകണം എന്ന് തന്നെയാണ്. അപ്പൊ അതിന് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? അതെല്ലാം ചെയ്യണം, അതെല്ലാം നമ്മളിലേക്ക് ആർജിക്കണം. ആ ഗോള് ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഞാൻ രണ്ടാമത്തെ ദിവസം പറഞ്ഞ സിംഹത്തിന്റെ കഥ. സിംഹം ഇരയെ കണ്ടാൽ ആ ഇരയെ ലക്ഷ്യമിട്ടാൽ പിന്നെ ആ സിംഹം പിന്മാറില്ല. ആ ഇരയെ പിടിക്കാൻ വേണ്ടി അവന്റെ സർവ്വശക്തിയും എടുത്തോടും. അതിനിടയിൽ വേറെ പല ഇരകളെ ആ ജീവി കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യില്ല. നേരെ പോയിട്ട് അദ്ദേഹം ആദ്യം ലക്ഷ്യമിട്ട ഇരയെ പിടിക്കുന്നിടത്താണ് അദ്ദേഹം കാട്ടിലെ രാജാവായത്. ഞാൻ രണ്ടാമത്തെ ദിവസം പറഞ്ഞു കഴുകൻ നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളും മറികടക്കുന്ന ഒരു വ്യക്തിയാണ് കഴുകൻ. അവിടെയും കഴുകന്റെ ലക്ഷ്യം എന്താ? മഴ പെയ്താൽ ആകാശത്തിരിക്കണം. അത് കഴുകന്റെ ഒരു നേച്ചറാണ്. അതുപോലെ തന്നെയാകണം നമ്മൾ ഒരു ജോലി അന്വേഷിക്കുന്ന ആളായാലും ശരി, പഠിക്കുന്ന ആളായാലും ശരി, ജോലി ചെയ്യുന്ന ആളായാലും ശരി. ഈ ജോബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ബോസ് എന്നാണ്. പക്ഷെ അത് ജോബ് ആവുന്നത് നമ്മുടെ പാഷൻ വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഗോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ആ ചിന്ത നമ്മളിലേക്ക് ഒരു ഇമോഷനായിട്ട് വരണം. അത് നമ്മളിപ്പോ കബാലി എന്ന സിനിമയില് ഇദ്ദേഹം പറയുന്നില്ലേ, എന്താ കബാലിയില് എന്താ തമിഴ് നടൻ രജനീകാന്ത് ഞാൻ കബാലിടാ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം അങ്ങനെ പറയാതെ ഞാൻ കബാലിടാ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊരു ഇമോഷനാണ്. ആ ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമ്മളത് നമ്മുടെ മനസ്സുകളിൽ കൊണ്ടു നടക്കണം. അതുകൂടാതെ നമ്മളത് പിക്ചറൈസ് ചെയ്യണം. എന്റെ ഗോൾ എന്താണെന്നുള്ളത്
ഞാൻ പിക്ചറൈസ് ചെയ്യണം. ഞാനൊരു അല്ലെങ്കിൽ ഞാൻ ഒരു നല്ലൊരു ട്രെയിനർ ആകണം, അതല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാകണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പിക്ചറൈസ് ചെയ്യണം. നമ്മുടെ മൈൻഡിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ നമ്മൾ കാണുന്ന പിക്ചറുകൾ, ഇമേജുകൾ. ആ ഇമേജുകൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാവുന്നത്, നല്ലൊരു അക്കൗണ്ടന്റ് ആവുന്നത്, നല്ലൊരു പ്രൊഫഷണൽ ആകുന്നത്, നല്ലൊരു കാമുകനാകുന്നു. മനസ്സിലായല്ലോ? നമ്മൾ നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. നമ്മുടെ പാഷൻ എന്താണെന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. ഒരു കഥയുണ്ട് ഇങ്ങനെ. നമ്മളിപ്പോ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കഥയെല്ലാം സംഭവിച്ചതാണെന്നാണ് പറഞ്ഞത്, ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ആ സംഭവിച്ച കഥ, ആ ഒരു സംഭവത്തിൽ ഈ കാമുകിയുമായിട്ട് കാമുകൻ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന നേരത്ത് ഒരു മുള്ളിനകത്ത്, മുളങ്കൂടിനകത്ത് ഒരു നല്ല കുറച്ച് പുഷ്പങ്ങൾ നിൽക്കുന്നു. കാമുകി പറഞ്ഞു, അങ്ങനെ ഒരു ശബ്ദമൊക്കെ ഇല്ലേ, ചേട്ടാ അതൊന്ന് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. ഡാർലിംഗ് എന്താ പ്രശ്നം, ഞാനിപ്പോ തരാം. അവൻ അങ്ങ് കയറി ആ പൂവിനെ അങ്ങ് പറിച്ചെടുത്തു. അങ്ങോട്ട് കയറുമ്പോ മുള്ളു കോറി, ഡ്രസ് ഇതായി, പ്രശ്നമായി, ഒക്കെ ഇതൊക്കെ ആയെങ്കിലും തന്റെ പ്രണയിനിയുടെ ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കൊടുത്തത് ആ പൂ പറിച്ചു കൊടുത്തുകൊണ്ടാണ്. വീണ്ടും ഡാർലിംഗ് ആവശ്യപ്പെട്ടു, ഒന്നുകൂടെ വേണം. അതും വീണ്ടും പറിച്ചു കൊടുത്തു. മൂന്നാമത്തെ തവണ അവൻ ഇങ്ങോട്ട് ചോദിച്ചു, ഇനിയും വേണോ? ഒന്നുകൂടെ പറിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞു. ആ വഴിയിലൂടെ തന്നെ അവനും അവന്റെ അമ്മയും കൂടെ വന്നു. അമ്പലത്തിലേക്ക് പോകുന്ന വഴി അമ്മ പറഞ്ഞു, ആ ഒരു പൂ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കാമായിരുന്നു. അമ്മയ്ക്കൊരു ഒന്നുമില്ലേ, ഇങ്ങോട്ട് പോന്നെ, അതവിടെ മുള്ള. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പാഷൻ എന്താണ്? ആദ്യം പറഞ്ഞപ്പോ പൂവിനെ മാത്രമാണ് പുറത്തേക്കുന്ന, മുള്ളിനെയോ മറ്റു പ്രശ്നങ്ങളെയോ. അവനെ ആ പ്രണയിനിയുടെ മുഖമാണ് ആ പൂവിനുണ്ടായിരുന്നത്. അതേ അമ്മ പറഞ്ഞപ്പോ അവൻ കണ്ടത് അതിനപ്പുറത്തുള്ള. നമ്മൾ പ്രശ്നത്തെയാണ് കാണുന്നത്, അതിനപ്പുറത്തുള്ള, അതിന് മുന്നിലുള്ള നല്ലതിനെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ആദ്യം കാണുന്നത് പ്രശ്നത്തെയാണ്. അപ്പൊ നമ്മുടെ പാഷൻ എന്താണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ആ പാഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പൊ എന്റെ ഞാനൊരു അക്കൗണ്ടന്റ് ആകണം എന്ന് വരികിൽ ആ അക്കൗണ്ടന്റ് ആകാനുള്ള എന്റെ പാഷൻ എന്താണ്? ആ പാഷൻ അനുസരിച്ചായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, നീങ്ങേണ്ടത്. അപ്പൊ പാഷൻ എന്താണെന്ന് സെറ്റ് ചെയ്യുക, നമ്മുടെ ഗോളിനെ സെറ്റ് ചെയ്യുക, അത് പിക്ചറൈസ് ചെയ്യുക, അത് ഇമോഷണൽ ആയിട്ട് കണക്കാക്കുക, അത് എല്ലാ ദിവസവും ആവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നല്ല ഒരു വ്യക്തിയാകാം, നല്ലൊരു പ്രൊഫഷണൽ ആകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആമുഖമായിട്ട് ഇന്നലെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ ട്രയൽ ബാലൻസ് അതിന്റെ 15ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതൊന്ന് എടുത്തു നോക്കിക്കേ. 15ാമത്തെ പേജ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ട്രയൽ ബാലൻസ് കാണിച്ചിട്ടുണ്ട്. ആ ട്രയൽ ബാലൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വരവ് കോളത്തിലാണ് എഴുതിയിട്ടുള്ളത് 5 ലക്ഷം. ഫർണിച്ചർ, SBI, പർച്ചേസ്, ട്രാൻസ്പോർട്ടിംഗ്, അൺലോഡിംഗ്, ട്രാവലിംഗ് ഇതെല്ലാം ചെലവ് കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. സെയിൽസ് വരവ് കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. പോസ്റ്റേജ്, സാലറി, റെന്റ് ചെലവ് കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ
ഏപ്രിൽ 30 നമ്മുടെ ബാലൻസ് 3,13,285 രൂപ ചെലവ് കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും നിങ്ങൾ കണ്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ അത് എഴുതിയെടുത്തിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അക്കൗണ്ടിങ് വിട്ട് അക്കൗണ്ടൻസി മാറ്ററിലേക്ക് മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു അക്കൗണ്ടിങ് പർപ്പസിൽ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഷോപ്പുകളുടെ എല്ലാ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് നടത്തുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്തു വരുന്നത്. നിങ്ങൾ എല്ലായിടത്തും നോക്കിക്കോളൂ, ഓൾ വേൾഡ് സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിസ്റ്റം. ട്രയൽ ബാലൻസ് ഉൾപ്പെടെ ഇങ്ങനെ തന്നെയാണ് വരിക. അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡില് കോളം വരച്ച് നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നില്ലേ, ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിക്കുന്ന പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലെഡ്ജറിംഗ് പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് മാത്രം. അതിന് പകരം നമ്മൾ വളരെ സിപ്പ് ചെയ്തൊരു മോഡലിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അക്കൗണ്ടൻസിയുടെ യഥാർത്ഥ ഫോർമാറ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങളെ കാണാം. ലെഡ്ജർ കാര്യമായിട്ട് ഞാൻ അത് പറയാത്തത്, നമ്മളെല്ലാം ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് ഡാബുക്ക് ഈ ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് 3,13,285 രൂപ. ഓക്കെ, നമ്മള് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ളത് മിസ്റ്റർ തോമസ്, പ്രൊപ്രൈറ്റർ തോമസ് ആൻഡ് കോ, കോട്ടയം. ട്രേഡിംഗ് ഫോർമാറ്റ് ഇങ്ങനെ തന്നെ വേണം കേട്ടോ, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പറ്റില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ ended 30th April 2020. ഇതാണ് അതിന്റെ ഹെഡിങ് വരിക. ദെൻ പിന്നെ ഉള്ളത് ഒരു ഇതിന് ഡേറ്റ് കോളത്തിന്റെ ആവശ്യമില്ല. ഇതിന് പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, ദെൻ പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. ഇവിടെ വേണമെങ്കിൽ ഒരു ഇന്നർ കോളം കൂടെ കൊടുക്കാം എമൗണ്ടിന്. ഇതാണ് എമൗണ്ട് കോളം, ഇത് മറ്റേ എമൗണ്ട് കോളം. ഈ എമൗണ്ട് കോളത്തിന്റെ ഒരു ഇന്നർ എമൗണ്ട് കോളം വേണമെങ്കിൽ, നമുക്ക് ആവശ്യമില്ല, ഒന്ന് എഴുതി ആ ഫോർമാറ്റിൽ നിങ്ങളൊന്ന് വേണമെന്ന് ഉദ്ദേശിച്ചാണ്. പർട്ടിക്കുലേഴ്സ് കോളം. ഓക്കെ, ഇന്നർ കോളത്തിൽ നമ്മൾ പേരൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, 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 പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട്. ഇപ്പൊ നമ്മൾ അക്കൗണ്ടൻസിയുടെ ബേസിക് കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. ബോർഡ് ഒരുവിധമൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്നുള്ളതാണ് എന്റെ ധാരണ. അപ്പൊ ഏത് ബിസിനസ്സിനും, ഞാൻ ഇനി പറയുന്നത് ഒരു ബിസിനസിന്റെ കഥയിലെ കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു പുതിയതായിട്ട് തുടങ്ങാത്ത ഏത് ബിസിനസ്സിനും ആ ബിസിനസ്സിന് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകുമല്ലോ. നമുക്കറിയാലോ, പുതിയതായിട്ട് തുടങ്ങാത്ത ഒരു ബിസിനസ്സാണ്. ഇപ്പൊ ഒരു മാസം, ഇപ്പൊ മാർച്ച് 30 ആയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകും. അപ്പൊ അതിലെ നമ്മൾ ഈ തോമസ് സാറിന്റെ ഈ കണക്കില്, ഈ പ്രോബ്ലത്തില് നമുക്ക് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. എങ്കിലും ഒരു ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ നമ്മൾ എഴുതുക നിൽ, ഇല്ലെങ്കിൽ നമ്മൾ അത് വിട്ടുപോകും. നിങ്ങൾ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത്, ഇതിനെ ഞാനൊന്ന് മാറ്റുകയാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ട്രേഡിംഗ്, പിന്നൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇത് രണ്ടും 2 അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്
ഡയറക്റ്റ് ഇൻകവും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ നമ്മൾ വരച്ചതിന്റെ ഒരു പകുതി വരെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമാണ്. ചിലർ പറയും ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ആ എക്സ്പെൻസ് മാത്രമാണ് ഈ സൈഡിൽ വരുന്നത്. ഈ 2 എന്ന് ഞാൻ എഴുതിയ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സൈഡിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമാണ്. മറ്റേ സൈഡിൽ വരുന്നത് ഡയറക്റ്റ് ഇൻകം മാത്രമാണ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് ഡയറക്റ്റ് ഇൻകം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്ന ഒരു സാധനം വാങ്ങി നമ്മുടെ സ്ഥാപനത്തിന്റെ ഷോറൂമിൽ എത്തുന്നത് വരേക്ക് വേണ്ടി വരുന്ന ചെലവ് എന്താണോ ആ ചെലവിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു സ്ഥാപനം എന്താണോ സെയിൽ ചെയ്യുന്നത് ആ സെയിൽ ചെയ്യുന്ന ആ ഒരു സംഭവം പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഷോറൂമിൽ എത്തുന്നത് വരേക്കുള്ള ചെലവിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു സാധനം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുന്നു, വരുന്നതിന്റെ ആ എമൗണ്ട്, ആ പർച്ചേസ് എമൗണ്ട്, അതുകൂടാതെ അതിന്റെ ലോറി ഫ്രൈറ്റ്, അതിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ കണക്കിൽ പറഞ്ഞ പോലെ ടോള്, അങ്ങനെയുള്ള ചെലവുകളൊക്കെ, അതിന്റെ ലോഡിംഗ് ചാർജ്, അതിന്റെ അൺലോഡിംഗ് ചാർജ് ഇവിടെ വന്നിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഉണ്ടാവുക, അതിന് വേണ്ടി വരുന്ന വേജസ്, നമ്മുടെ റൂമിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി വരുന്ന വേജസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായവരൊന്ന് കൈ ഉയർത്തിയാൽ ഉപകാരമാണ്. ആ ഇതിലൊന്ന് കൈ ഉയർത്തി കഴിഞ്ഞ ഉപകാരമായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു റീട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം എന്ന് പറഞ്ഞാൽ അത് സെയിൽസ് എമൗണ്ട് മാത്രമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിവാഹ ദല്ലാളെ സംബന്ധിച്ച് മാട്രിമോണിയൽ നമ്മളിപ്പോ എല്ലായിടത്തും കാണുന്നതാണല്ലോ. നമ്മുടെയൊക്കെ കല്യാണം നടക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ അതില്ലാതെ നടക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം ഒരു സ്ഥാപനമാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം ആയിട്ട് കണക്കാക്കുന്നതെങ്കിൽ അവരുടെ എന്താ പറയാ, കമ്മീഷൻ, ബ്രോക്കറേജ് ആണ് അവരുടെ ഡയറക്റ്റ് ഇൻകം. നമ്മുടെ ഇവിടെ തോമസ് സാറിന്റെ ഇതിനനുസരിച്ച് നോക്കുമ്പോൾ അത് സെയിൽസ് ആണ് അവരുടെ ഡയറക്റ്റ് ഇൻകം. അപ്പൊ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഓൾവേസ് ആ സ്ഥാപനത്തിന്റെ നേച്ചർ അനുസരിച്ച് അത് സെയിലാകാം, അല്ലെങ്കിൽ ബ്രോക്കറേജ് ആകാം, കമ്മീഷൻ ഏജന്റ് ആണെങ്കിൽ കമ്മീഷൻ ആകാം. ഇതാണ് ഡയറക്റ്റ് ഇൻകം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും. പിന്നെയുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും ആണ്. അത് രണ്ടാമത്തെ പാർട്ടിൽ വരുന്നതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പാർട്ടിൽ വരുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പാർട്ടിൽ ഇത്ര മാത്രമേ വരുള്ളൂ. ഏതൊക്കെയാ? ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ് വരിക. എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു, ഒരു സ്ഥാപനത്തിലേക്ക് പർച്ചേസ് ചെയ്തു വരുന്ന സാധനം നമ്മുടെ ഷോറൂമിനകത്ത് കയറുന്നത് വരേക്കുള്ള ചെലവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ്. അതിനുശേഷം ആ സാധനം സെയിൽ ചെയ്യുന്നത് വരേക്കുള്ള, സെയിൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ അതിനകത്ത് വരുന്നത് സാലറി കൊടുക്കും, റെന്റ് കൊടുക്കും, നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ കൊല്ലത്തേക്കും കൊടുക്കും. മറ്റു എന്താ വേറെന്ത് ചെലവുകള്? ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടാവും, സാലറി കൊടുക്കും. ഞാൻ നേരത്തെ സാലറി പറഞ്ഞല്ലോ. അങ്ങനെ ഈ കൊണ്ടുവന്ന സാധനം വിൽക്കാൻ ആവശ്യമായി വരുന്ന അതിന്റെ എല്ലാ ചെലവുകളും ഉൾപ്പെട്ടതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഇൻഡയറക്റ്റ് ഇൻകം? ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ അല്ലാതെ നമുക്ക് കുറെ ഇൻകങ്ങൾ വരും. ഉദാഹരണമായിട്ട് നമ്മള് പർച്ചേസ് ചെയ്തപ്പോ നമുക്ക് ഒരു കമ്പനി ക്യാഷ് ഡിസ്കൗണ്ട് തന്നു, ഒരു 10%. നമ്മൾ ക്യാഷ് നേരത്തെ കൊടുക്കുന്നവരായപ്പോ ക്യാഷ് ഡിസ്കൗണ്ട് തന്നു. ക്യാഷ് ഡിസ്കൗണ്ട് അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പിന്നെ നമ്മൾക്ക് 2 റൂമുണ്ട്,
അതിൽ ഒരു റൂം നമ്മൾ സബ് ലീസിന് കൊടുത്തു, വേറൊരാൾക്ക് നമ്മൾ റെന്റിന് കൊടുത്തു. അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ പാർട്ട്, ഈ ഫൈനൽ അക്കൗണ്ടിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലാകാം. അപ്പൊ അതില് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒന്ന്, കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റോക്ക് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം, അത് നമുക്കില്ല. പിന്നെ അടുത്തുള്ളത് എന്താവുക? ആദ്യത്തെ സാധനം എന്താ? പർച്ചേസ്, ടു പർച്ചേസ്. അത് എത്രയാ? 3,12,500. നിങ്ങളുടെ ലെഡ്ജറിൽ നിങ്ങൾക്കുള്ള പർച്ചേസ് അക്കൗണ്ട് ആണത്, പർച്ചേസ് ടോട്ടൽ ആണത്. ഓക്കെ, പിന്നെ വരുന്നത് ടു ട്രാൻസ്പോർട്ടിംഗ് ആണ്. നമുക്ക് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ട് എത്തിച്ചു തരാൻ ഉള്ള ട്രാൻസ്പോർട്ടിംഗ് 1,500 ആണ്. ഒരു മാസത്തെ മൊത്തം നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ്. ടു അൺലോഡിംഗ് 275. ഇത്രയുമാണ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്, സോറി, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ഇൻകം എന്തായിരിക്കും? ഇപ്പുറത്ത് ബൈ സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ്. എത്രയാ? 1,90,000 രൂപ. പിന്നെ ഉള്ളത് സ്റ്റോക്കാണ്. നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 1,30,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് കണക്കാക്കിയെന്ന് നമ്മുടെ ആ ചോദ്യത്തിൽ തന്നിരുന്നു. ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ഇവിടെയാണ് കൊണ്ടുവരിക. എന്താ എഴുതേണ്ടത്? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 1,30,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങ് ടോട്ടൽ ചെയ്യുകയാണ്. സാധാരണ പ്രോഫിറ്റ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഡയറക്റ്റ് ഇൻകം ആണ് കൂടുതൽ നിൽക്കുക, ഡയറക്റ്റ് ഇൻകം സൈഡാണ് കൂടുതൽ നിൽക്കുക. അപ്പൊ നമുക്കിവിടെ വരുന്നത് 3,20,000 രൂപ ഇവിടെ ടോട്ടൽ വരിക. അതേ ടോട്ടൽ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതുക ഈ സൈഡിലേക്ക്. എന്നിട്ട് ഇവിടെ എങ്ങ് മൈനസ് ചെയ്യുക. 5 × 5 10, ബാക്കി 1, 5,725. ഞാൻ സമയം പോവാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ. ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഏതിനെ പറയുന്ന പേരാണ്? ഈ 5,725 പറയുന്ന പേരാണ്. ആ 5,725 നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അത് അവിടെ പറയുന്നതാണ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. എത്രയാ? 5,725. താഴത്തേക്ക് എടുത്തെഴുതി. ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 5,725. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഏതിലേക്ക് കടന്നു? പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ടിലേക്ക് കടന്നു. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കുന്നത് പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നോക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നോർമലി അതിനൊരു എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം വരുന്നത് ടു സാലറീസ് ആൻഡ് വേജസ്. ഒരു ഡിഗ്രി, ഒരു +2 ആവറേജ് ഉള്ള ഒരാൾക്ക് ഈ ഫോർമാറ്റ് അറിയാം. ഇവിടെ തൊട്ടിട്ട് ഇനി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ടു സാലറീസ് ആൻഡ് വേജസ് 5,000. ടു ടെലിഫോൺ ആൻഡ് പോസ്റ്റേജ് 20. ടു ട്രാവലിംഗ് 170. ടു റെന്റ് 2,000. നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്, സോറി, ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് നമുക്കൊന്നുമില്ല. ആകെ നിൽക്കുന്നത് ആ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എവിടെയാ? ചെലവ് സൈഡിലാണ്. വരവ് സൈഡിൽ കുറവാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു.
7190. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു 7190. ഇത് ലോസ് ആണ് ഫിഗർ വരിക 1465 ബൈ നെറ്റ് ലോസ് ക്യാരിഡ് ഡൗൺ 1465. ഈ ഞാൻ ക്യാരി ഡൗൺ എഴുതിയത് ഇതിന് താഴെ ഇനി വല്ല അക്കൗണ്ടുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ക്യാരി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ബൈ നെറ്റ് ലോസ് എന്ന് എഴുതിയിട്ട് അങ്ങ് നിർത്തിയാൽ മതി. 1465. ഇപ്പോ തോമസ് സാറ് ഒരു മാസം ഈ ഷോപ്പ് റൺ ചെയ്തിട്ട് 1465 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമുണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതാണ് ഈ അക്കൗണ്ട് തെളിയിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം വലിയൊരു കോവിഡ് എന്ന് പറയുന്ന ഒരു അത്രയും ദിവസം കട അടച്ചിട്ടു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1465 രൂപയാണ്. ഇത്രയും ക്ലിയർ ആയോ? ലെഡ്ജർ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്. ഒന്ന് ഓക്കെ 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 ക്ലിയർ. ഇനി നമുക്ക് വേണ്ടത് ഇതിന് നെക്സ്റ്റ് ഒരു ഫൈനൽ അക്കൗണ്ടിന്റെ ഭാഗം ഞാൻ പറഞ്ഞു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു സെക്ഷനും ബാലൻസ് ഷീറ്റ് ആണ് നെക്സ്റ്റ് സെഷൻ. ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മള് ഈ മിസ്റ്റർ തോമസ് ആൻഡ് എന്ന് പറഞ്ഞ അത് അങ്ങനെ തന്നെ നിർത്തണം, അവിടെ തന്നെ വേണം. അതിന് പകരം മിസ്റ്റർ തോമസ് പ്രൊപ്രൈറ്റർ തോമസ് ആൻഡ് കോ കോട്ടയം. അവിടെ നമ്മൾ എഴുതുന്നത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ April 2020. അതാണ് അതിന്റെ ഹെഡ് വരിക. ഇനി വേണ്ടത് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ്. ബാലൻസ് ഷീറ്റിലെ നമുക്ക് വരുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്താൽ, ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും വന്നു കഴിഞ്ഞു. നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ശേഷം വരുന്ന കുറെ എക്സ്പെൻസും ഇൻകവും മാത്രമേ നമുക്ക് ഇതിനകത്ത് എഴുതാനുള്ളൂ. അപ്പൊ അതിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ ഇൻകം. ഇത് രണ്ടും മാത്രമേ അവിടെ എഴുതാനുള്ളൂ. അതിന് പറയുന്ന പേരാണ് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ലെഫ്റ്റ് ലയബിലിറ്റി, അതായത് ഇടത്ത് ലയബിലിറ്റി എന്നാണ് എഴുതുന്നത്. അസറ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് ലെഫ്റ്റ് ലയബിലിറ്റി LL, അസറ്റ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതി അസറ്റ് സൈഡായി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും ആദ്യം ലയബിലിറ്റി സൈഡിലെ ആദ്യം എഴുതുക ക്യാപിറ്റൽ എന്നാണ്. ടു എന്നല്ല, ക്യാപിറ്റൽ എന്നാണ് എഴുതുക. എന്താ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ വരാനുള്ള കാരണം? ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓണർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടിയാണ്. തോമസ് സാറിൻ്റെതാണ് ബിസിനസ് സ്ഥാപനം, ഓക്കെ. പക്ഷെ ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം തോമസ് എന്ന് പറയുന്ന ആൾ ഒരു തേർഡ് പാർട്ടിയാണ്. ആ ബിസിനസ് സ്ഥാപനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്യാപിറ്റലിൽ എവിടെ നിൽക്കുന്നത്? ലയബിലിറ്റി സൈഡിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ 5 ലക്ഷം രൂപയാണ് നമ്മൾ ഇന്നർ കോളം ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. ഈ അമൗണ്ടിന്റെ ഇപ്പുറത്തൊരു ഇന്നർ കോളം വരച്ചിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് 5 ലക്ഷം എന്ന് എഴുതേണ്ടത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത് എഴുതാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് ലോസ് വന്നിട്ടുള്ളത് 1465 രൂപയാണ്. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏറ്റവും താഴെ നെറ്റ് ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ലോസ് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് പോകുന്നതാണ്. ക്യാപിറ്റൽ ചെയ്യാൻ 2-3 മെത്തേഡ് ഉണ്ട്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ലെസ് നെറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കും. 1465 എന്നിട്ട് ഇവിടെ വരയ്ക്കും. ഇതിന്റെ എമൗണ്ട് എത്രയാണോ അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നത്. 4,98,535.
ഇത്രയാണ് ഈ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാനുള്ള. ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എന്തൊക്കെയായിരിക്കും? ലൈബിലിറ്റി ആയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അതേസമയം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും? സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. നമ്മുടെ ഇപ്പൊ തോമസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ലയബിലിറ്റി സൈഡിൽ ആകെയുള്ളത് ക്യാപിറ്റലിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ആ ക്യാപിറ്റൽ ട്രീറ്റ്മെന്റ് ഇവിടെ നമ്മൾ എഴുതി. നെക്സ്റ്റ് സൈഡിൽ വരുന്നത് അസറ്റ് സൈഡാണ്. ഇത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി ഞാൻ അറിയാൻ വേണ്ടി എഴുതുകയാണ്. ലയബിലിറ്റി, ഇത് അസറ്റ്. ഓക്കെ, അപ്പൊ അസറ്റിലെ നമ്മൾ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നതല്ല, അത് നമ്മുടെ അസറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് ലോസിന് പകരമാണെങ്കിൽ അത് ആഡ് ചെയ്യും. നെറ്റ് ലോസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്യും. അപ്പൊ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് ഞാൻ FF എന്ന് എഴുതുന്നുള്ളൂ. അത് 50,000 രൂപ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഇത്തരം ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഇതൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാം. അതായത് അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വില കുറയുമല്ലോ. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കുറച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ആ കുറവ് ചെയ്യുന്ന സംഖ്യ എവിടെ പോകണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കൂടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടും കൂടെ ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ആവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത് വരുന്ന സെഷൻസിൽ അത് പഠിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അതേ തുക തന്നെ ഇവിടെ എഴുതുകയാണ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. പിന്നെ വരുന്ന പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് അസറ്റ്, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അത് നമ്മളിവിടെ എഴുതി 1,30,000. ഇതേ സാധനം തന്നെ നമ്മളിവിടെ എഴുതി ട്രേഡിംഗ് അക്കൗണ്ടിലും കൂടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. ഡിപ്രീസിയേഷൻ തേയ്മാനം, റൈറ്റ്. ദെൻ പിന്നെ ഉള്ളത് നമുക്ക് ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാവും. 5,250 രൂപ SBIയില് നമ്മുടെ ക്യാഷ് കിടക്കുന്നുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ 3,13,255 രൂപ. ടോട്ടൽ രണ്ട് സൈഡും ടോട്ടൽ ചെയ്താൽ 4,98,535 രൂപയാണ് രണ്ട് സൈഡും വരിക. നമ്മുടെ 30/4/2020 വരെയുള്ള ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. 4,98,535 രൂപ. ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാകാം, മേ ബി. കാരണം ഇവിടെ ഈ 3 ട്രീറ്റ്മെന്റ് ആണ് നടന്നത്. ഒന്ന്, ഫൈനൽ അക്കൗണ്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തത് ഒരു സ്ഥാപനത്തിലേക്ക് വരേണ്ടിയ ഡയറക്റ്റ് ആയിട്ട് വന്ന എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും ട്രീറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും ട്രീറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ ഇൻകവും നമ്മൾ എന്ത് ചെയ്തു? ട്രീറ്റ് ചെയ്തു. ഞാനിത് ഒന്ന് സമ്മപ്പ് ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് 3 തരം. ഒരു അക്കൗണ്ടുകൾ 3 തരമാണ്. നിങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ ലൈനിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഓക്കെ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണുകളെ, വ്യക്തികളെയോ അല്ലെങ്കിൽ നിയമാനുസൃതമായ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസറ്റിനെയോ, റിയൽ അക്കൗണ്ട് ഇസ് ആൻ അക്കൗണ്ട് വിച്ച് ഡീൽസ് വിത്ത് അസറ്റ്സ്. ബാക്കി എഴുതൂ, പഠിച്ചിട്ടുള്ളവരല്ലേ? റിയൽ അക്കൗണ്ട് ഇസ് ആൻ അക്കൗണ്ട് വിച്ച് ഡീൽസ് വിത്ത് assets and liabilities. Okay.
Then next, nominal account. Nominal account is an account which deals with nominal account is an account which deals with expenses and losses and incomes and gains. Expenses and losses and incomes and gains. ഇതാണ് നോമിനൽ എക്സ്പെൻസ്. ഇതിനൊക്കെ റൂള്, പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള ആ ഡാബുക്കിലൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇതൊക്കെ ശരി തന്നെയല്ലേ എന്നുള്ളത്. നാളെ നമുക്ക് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് കൂടെ നടത്തിയിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യും. ദെൻ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതിന്റെ മറ്റ് ടേമുകളിലൊക്കെ നമുക്ക് മാറണം. പിന്നെ അഡ്വാൻസ്ഡ് എൻട്രീസ് ആണ് നമ്മൾ പഠിക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കയറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് തറവാവും. ഡെബിറ്റ് ഈസ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഈസ് ദ ഗിവർ. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് എന്താ? ഡെബിറ്റ് ഈസ് ദ റിസീവർ. റിസീവർ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദ ഗിവർ. കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ അതേ മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. നെക്സ്റ്റ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഏത് അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ദെൻ നോമിനൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഞാനൊന്ന് പ്രീ ഡിഗ്രിയിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ. അന്ന് പഠിച്ചത് അതൊക്കെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കെടുക്കല്ലേ നമ്മുടെ ഇതില്. ഇതാണ് ഞാൻ ആദ്യം പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ചെന്നപ്പോ കേട്ട സാധനം. അന്ന് അക്കൗണ്ടൻസിയെ വെറുത്തതാണ്. എന്നെ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന അധ്യാപകൻ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആണ്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അദ്ദേഹം ഈ നമ്മുടെ ചുമരിലെ വോൾ ബ്ലാക്ക് ബോർഡാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ ചോക്കൊണ്ട് എഴുതുന്നത്. അതിലിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആടിയിട്ടാണ് പറയുക, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറഞ്ഞു. ആർക്ക് എന്ത് ഗിവർ, എന്ത് ഇത്? അന്ന് അക്കൗണ്ടൻസിയെ വെറുത്തതാണ് ഞാൻ. ആ വെറുപ്പിൽ നിന്നാണ് പിന്നീട് അക്കൗണ്ടൻസിയെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതിനുശേഷമാണ് ഇതേ വിഷയത്തിൽ PhD എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്താണ് തടസ്സം ഉണ്ടാകുന്നതെങ്കിൽ ആ തടസ്സത്തെ മറികടക്കാൻ നമ്മുടെ വ്യക്തി, ഒരു മനുഷ്യന് 25 തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ട് അത്രേ ഒരു മനുഷ്യന്റെ ബോഡിയിൽ തന്നെ. ദൈവം നമ്മൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയൊരു സൊല്യൂഷനാണത്. ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള 25 എലമെന്റ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ആകെ 2-3 സൊല്യൂഷൻസേ വരുന്നുള്ളൂ. മാത്രല്ല, നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് 40 യൂണിവേഴ്സിറ്റികളുടെ വിഷയങ്ങൾ നമുക്ക് നിറച്ചു വെക്കാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ എത്ര കയറ്റുന്നുണ്ട് അതിനകത്ത്? ഏറ്റവും പ്രതിഭാധനനായ ഐസക് ന്യൂട്ടൺ വരെ ഉപയോഗിച്ചത് 20% ഈ ബ്രെയിനിന്റെ. നമ്മളൊക്കെ 1% ഉപയോഗിച്ച അത്ര നന്നായിരുന്നു. നമ്മളൊക്കെ എവിടേക്ക് എത്തിയേനെ? ഓക്കെ. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് എന്റെ മെത്തേഡ് തിരിച്ചാക്കിയത്. ഏറ്റവും ആസ്വാദികരമായിട്ട് ഒരു അക്കൗണ്ടൻസിയെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം അക്കൗണ്ടിങ് മെത്തേഡ് പഠിപ്പിച്ച് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളമാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വരുന്നത്. മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ് അക്കൗണ്ടും പിന്നീടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരുന്നത്. അപ്പോ നമ്മുടെ പക്കലുള്ളത് ഇവിടെ നമ്മൾ പറയുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അവിടെ മാനുഫാക്ചറിങ് അക്കൗണ്ടായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അതുപോലെ നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് അത്തരം ഓർഗനൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ട്രേഡിംഗ് എന്ന കൺസെപ്റ്റിന് മുമ്പായിട്ട് മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ ചെയ്യും. എന്നാലല്ലേ ഫിനിഷ്ഡ് സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് വേറെ ട്രീറ്റ്മെന്റ് ആണ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ട്രീറ്റ്മെന്റ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തേക്ക് വരിക. അപ്പൊ ഇതും കൂടെ കൂട്ടിക്കുഴക്കരുത്. ഇതൊരു ട്രേഡിംഗ് കൺസേൺ ആണ്. ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. ഇവിടെ ഒരാളിൽ നിന്ന് വാങ്ങിക്കുന്നു, വിൽക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ അക്കൗണ്ടിൽ ബാധകമാകുള്ളൂ. അതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്.
മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം റോ മെറ്റീരിയൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു ഗുഡ്സ് ആക്കണം. അതിൽ സ്റ്റോക്ക് ഉണ്ടാവും, റോ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടാവും, ദെൻ ഗുഡ്സ് ആക്കി കഴിഞ്ഞാൽ അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ട്രീറ്റ്മെന്റ് നടത്താൻ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവര്. അല്ലാത്തവർ അത് പഠിച്ചിട്ടില്ല, അതിന് ഒരു വേറെ മെത്തേഡാണ്. ആ മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ ആ അക്കൗണ്ടിനെ ഡീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് വരുന്നതാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ സെയിം കൺസേൺ ആണ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് ഇതേ കൺസേൺ ആണ്, ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻഡയറക്ട് ഇൻകമാണ്. ബാക്കിയെല്ലാം മാനുഫാക്ചറിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദെൻ ഒന്ന് എഴുതി ചോദിക്കൂ, കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആരൊക്കെയോ വീഡിയോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി, ഞാൻ ആ ചോദ്യം കേൾക്കാം. ഓക്കെ, ക്ലിയർ ആവും. അപ്പോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. റിട്ടേൺസിന്റെ അനദർ മെത്തേഡ്, നമ്മൾ ടോട്ടൽ പർച്ചേസ് പറഞ്ഞില്ലേ, ശരിക്കും ചെയ്യേണ്ടത് ആ പർച്ചേസിൽ നിന്ന്, പർച്ചേസ് അക്കൗണ്ട് നമ്മൾ കയറ്റുമ്പോൾ തന്നെ ആ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ട് അങ്ങ് ഇട്ടാൽ മതി. സെയിൽസ് റിട്ടേൺ എന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് അങ്ങ് എഴുതിയാൽ ഈ പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതിയിരുന്നത് ടു പർച്ചേസ് എന്നാണ്. അതിന്റെ ഇന്നർ കോളത്തില് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ടു പർച്ചേസ് ലെസ് എന്താണ് പർച്ചേസ് റിട്ടേൺ എന്ന് എഴുതി ഔട്ടർ കോളത്തിലേക്ക് അത് ലെസ് ചെയ്ത എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി. ഞാനിതൊന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്തതാണ്. പിന്നെ ചോദ്യം എന്താ സാർ, ഡേ ബുക്കിന് പകരം സെപ്പറേറ്റ് സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യുമോ? ഇത് നമ്മൾ കണക്കാക്കുന്നത് ഇത് ഡേ ബുക്ക് എന്ന രൂപത്തിലാണ് കണക്കാക്കുന്നത്. ക്യാഷ് ബുക്ക് വേറെയാണ്. ഇത് ക്യാഷ് ബുക്കുമാണ് ഡേ ബുക്കുമാണ്. ഒരു സ്ഥാപനത്തിന്റെ ഫുള്ളായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് ഈ പറഞ്ഞ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എഴുതുന്നത്. ഒരേ സമയം അത് ക്യാഷ് ബുക്കാണ്, അതേ സമയം അത് ഡേ ബുക്കാണ്. ഒരു ഡേ ബുക്ക് ഒരു ദിവസത്തെ സകല ട്രാൻസാക്ഷനും നമ്മൾ എഴുതി കണ്ടല്ലോ, എഴുതുന്നുണ്ട് അതിനകത്ത്. സകല ട്രാൻസാക്ഷനും എല്ലാ അഡ്ജസ്റ്റ്മെന്റും അതിനകത്ത് എഴുതാൻ പറ്റും. അതേസമയം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ക്യാഷ് മാത്രമായിട്ടുള്ള എൻട്രി ആണ്. പർച്ചേസ് നമ്മൾ സാധാരണ അക്കൗണ്ടൻസിൽ പഠിക്കുന്ന പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത് ഓൾറെഡി ക്രെഡിറ്റ് പർച്ചേസ് മാത്രമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഡേ ബുക്ക് എന്ന് പറഞ്ഞ സാധനം. കാരണം നമ്മളിപ്പോ എല്ലാവരും ആരും മാനുവലായിട്ട് ഇപ്പൊ അത് ചെയ്യുന്നില്ല. ഞാൻ ഇതോട് പറഞ്ഞു പഠിപ്പിക്കാൻ, ഇത് പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. അല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എൻട്രി കാണാപ്പാടം പഠിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നിങ്ങൾക്ക് എൻട്രി കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? എൻട്രി കാണാപ്പാടം പഠിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഡിസ്കൗണ്ട് പലതരം. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടുകൾ 3 തരം. 3 നമുക്ക് പലതരം ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സാധനം, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പേന 10 രൂപ, ടാക്സ് ഒക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. 10 രൂപയ്ക്കാണ് എനിക്ക് തരുന്നത്. ടാക്സ് ഡീലർമാർ തമ്മിലാണെങ്കിൽ GST നമ്പർ ഉള്ളത് കൊണ്ട് ടാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ, പിന്നെ കുഴപ്പമില്ല. 10 രൂപ വില എനിക്ക് തന്നു, എനിക്ക് ബില്ലടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് ആ പേന 9 ഉറുപ്പിക്ക് തന്നായിട്ട് കണക്കാക്കിയുള്ളൂ, എന്നിട്ട് വിറ്റോട്ടാന്ന് പറഞ്ഞു. അതായത് 1 രൂപ ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് ഒരു ക്രെഡിറ്റ് നോട്ട് വഴി നമ്മളെ ഇൻഫോം ചെയ്യണം. ഒരു ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് വഴി ഇൻഫോം ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് തരുന്ന ഇൻവോയ്സിലെ ട്രേഡ് ഡിസ്കൗണ്ട് തന്നു എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പൊ അതിന് ബാക്കിയാണ് ടാക്സ് നമ്മൾ കൊടുക്കുകയുള്ളൂ. മറ്റതാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് തന്നിട്ട് അതിനകത്താണ് ടാക്സ് ലെസ് ചെയ്ത് തരിക. അതാണ്
ട്രേഡ് ഡിസ്കൗണ്ടിന്റെ ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ട്രേഡ് ഡിസ്കൗണ്ടിന്റെ ട്രീറ്റ്മെന്റ്. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട്. 10 രൂപയ്ക്ക് എനിക്ക് പേന തന്നു, എന്നിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്ക് എന്താ പറയാ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റേറ്റിന് തരാമെന്ന് പറയുന്നു, അതുകൂടാതെ അത് ആ സമയത്ത് ട്രേഡ് നടക്കുന്ന സമയത്ത് എനിക്കൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട് തരുന്നു. ആ ഡിസ്കൗണ്ട് എനിക്ക് 10 രൂപയുടെ പേനയാണെച്ചെങ്കിൽ 1 രൂപ ഡിസ്കൗണ്ട് അപ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ പിന്നീട് ക്രെഡിറ്റ് നോട്ട് വഴി പറയും. അതിനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഒന്നുകിൽ നമ്മൾ തരുന്ന ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യണം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് വഴി മെൻഷൻ ചെയ്യണം. ഇത് രണ്ടും അല്ലാതെ ഈ ട്രേഡ് ഡിസ്കൗണ്ട് തരാൻ പറ്റില്ല. 2, ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് എനിക്ക് പേന തന്നു, ഞാൻ ക്രെഡിറ്റ് ആണ് വാങ്ങിച്ചത്, പക്ഷെ അവര് ഒരു കണ്ടീഷൻ വെച്ചു, ഒരാഴ്ചക്കകം ഈ പേയ്മെന്റ് തരികയാണെങ്കിൽ 5% ക്യാഷ് ഡിസ്കൗണ്ട് തരും. ക്ലിയർ ആയല്ലോ? ട്രേഡ് ഡിസ്കൗണ്ടിൽ പേനയുടെ വിലയാണ് കുറയുന്നത്. 10 രൂപയുടെ പേന 1 രൂപ കുറച്ച് 9 രൂപയ്ക്കാണ് എനിക്ക് തരുന്നത്. ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ടിൽ പേനയുടെ വിലയല്ല കുറയുന്നത്, പേനയുടെ വില തന്നെയാണ്, 10 രൂപയാണ്. പക്ഷെ ക്യാഷ് ഡിസ്കൗണ്ടിൽ പറയുന്നത് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് 10 ദിവസം ഒരാഴ്ച കൊണ്ട് തരികയാണെങ്കിൽ 5% തരും. ഞാൻ 2 ആഴ്ച കൊണ്ട് കൊടുക്കണ വെച്ചെങ്കിൽ 1% ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ അത് വിലയുടെ ഇതിന് മുകളിലല്ല കിട്ടുന്നത്, അല്ല വിലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അത്, മറിച്ച് ഞാൻ ക്യാഷ് പേയ്മെന്റിന് അനുസരിച്ചാണ്, ഞാൻ കൊടുക്കുന്ന ക്യാഷ് പേയ്മെന്റിന് അനുസരിച്ചാണ്. അത് നമുക്ക് ബില്ലിൽ ഇൻവോയ്സിൽ തരാൻ പറ്റില്ല, അതങ്ങനെ ചെയ്യാനും പാടില്ല. പിന്നെ തരുന്നത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് വഴി നമ്മളെ ഇൻഫോം ചെയ്യാം. അതിന് ക്രെഡിറ്റ് നോട്ടിന്റെ ആവശ്യം സാധാരണയായിട്ടില്ല, പക്ഷെ ക്രെഡിറ്റ് നോട്ട് തന്നാലും കുഴപ്പമൊന്നുമില്ല, നോർമലി ആവശ്യമില്ല. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഡീലർക്ക്, ആ മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ ഇത് പ്രതിപാദിക്കും. ക്രെഡിറ്റ് നോട്ട് വഴി കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ക്രെഡിറ്റ് നോട്ട് വഴി തരാം. പക്ഷെ ടാക്സിന്റെ ഒരു പാർട്ട് അതിനകത്തില്ല. മനസ്സിലായല്ലോ? ടാക്സ് പാർട്ട് അതിനകത്തില്ല. ഇന്ന് ക്ലിയർ ആകുന്നുണ്ടോ? ആർ യു ക്ലിയർ? ഓക്കെ. ദെൻ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുക എന്നുള്ളതുകൊണ്ടാണ്. ഞാനൊരു സിമെന്റ് ഡീലറാണ് എന്ന് കരുതുക. ഞാൻ ഒരു സിമെന്റ് ഡീലർ ആയതുകൊണ്ട് ഞാൻ ഒരു ദിവസം ശരാശരി ഒരു ലോഡ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 200 ബാഗ്, സാധാരണ ഒരു ലോഡ് സിമെന്റ് എന്ന് പറഞ്ഞാൽ 200 ബാഗ്. ലോറിക്ക് വനപ്പത്തിനനുസരിച്ച് അത് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോ 200 ബാഗ് ആണെന്ന് കരുതുക. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ചയിൽ 2000 ബാഗ് എടുത്താൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഞാൻ 2000 ബാഗ് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് അവർ അനുവദിക്കും. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അഡീഷണൽ ആയിട്ട് എന്ന് പറയുമ്പോൾ 2 തരത്തിൽ അനുവദിക്കാം. 2000 ബാഗ് എടുക്കുമ്പോൾ 10 ബാഗ് ഫ്രീ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ 2000 ബാഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത 2000 ബാഗിന് ഇത്ര രൂപ ഡിസ്കൗണ്ട്, അങ്ങനെയും പറയാം. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആ തരത്തിലൊക്കെ പറയും. 2 തരത്തിലും ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് പറയും. അവിടെയും നമ്മുടെ എന്തിനു ബാധിക്കില്ല? ടാക്സിനെ ബാധിക്കുന്നില്ല. അവിടെ നമ്മുടെ വിൽപ്പനയുടെ കപ്പാസിറ്റിയെ മാത്രമാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് നോട്ട് തന്നതുകൊണ്ട് ക്രെഡിറ്റ് നോട്ട് തരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മന്ത്ലി സ്റ്റേറ്റ്മെന്റില് അത് കാണിക്കും, ക്രെഡിറ്റ് നോട്ട് അനുവദിക്കും. അത് നന്നാവുക ക്രെഡിറ്റ് നോട്ട്. ഓക്കെ. ഇപ്പൊ ഡിസ്കൗണ്ടിനെ കുറിച്ച് സംശയം മാറിയെന്ന് ഞാൻ കരുതുന്നു. 3 തരം ഡിസ്കൗണ്ട്. ഇനി നിങ്ങൾ തെറ്റിക്കരുത്. ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഒന്നുകിൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് തരാം. 2000 ബാഗ് എടുത്താൽ 20 ബാഗ് ഫ്രീ, പറഞ്ഞു കേട്ടിട്ടില്ലേ പലയിടത്തും. അല്ലെങ്കിൽ 2000 ബാഗ് എടുത്താൽ നിങ്ങൾ എടുത്ത ആ 2000 ബാഗിന് ഇത്ര രൂപ വെച്ച് കുറച്ച് തരും. ബൈ ടു ഗെറ്റ് 1 ഫ്രീ പോലെ ഉണ്ടാവുമോ? യെസ്, അത് തന്നെയാണ് ഈ സാധനം. പക്ഷെ ബൈ ടു ഗെറ്റ് 1 എന്ന് പറയുന്നതില്
ചില ചതികളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇതല്ല, ഇത് ഡീലർ ടു ഡീലർ ആണ്, അതുകൊണ്ട് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. അത് വളരെ ക്ലിയർ ഒരു സംഭവമാണ്. പിന്നെ മറ്റൊരു സംഭവം ഉണ്ട്, സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് ജനുവരി മാസത്തിൽ ഡയറി ഡീലേഴ്സ് തരും. പാര റൈറ്റ്. അതായത് ഡീലേഴ്സ് ഡയറി തരും. എന്നിട്ട് പറയും നമ്മുടെ മെയിൻ ക്ലയൻസിനൊക്കെ കൊടുത്തോളാൻ പറയും. ആ ഡയറി തരുന്നതും ഇതുപോലെ ഒരു തരം ഡിസ്കൗണ്ടിന്റെ ഇനത്തിൽപ്പെടും. അത് പറയാ അവര് സമ്മാനം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ബില്ല് തരണം. നമുക്ക് ഡയറി വരുമ്പോ 50 ഡയറി വരുമ്പോ അതിന്റെ കൂടെ ബില്ല് വരും. അതിന്റെ ബില്ല് നമ്മൾ സെയിൽ അടിച്ച് തള്ളുക ചെയ്യാം. പക്ഷെ ആ പൈസ അവര് വേറെ തരത്തിൽ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് തിരിച്ചു തരും. ഓക്കെ, ആ കൂപ്പൺ പ്രൈസ്, അത് പലതരം മെത്തേഡ് ഉണ്ടല്ലോ. അതിനൊക്കെ ടാക്സിന്റെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കുകയാണ് ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ വഴി ചെയ്യുന്നത്. അതിന് ലൂപ്പ് ഹോൾ തീരെ ഇല്ലാത്തത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ഒരു ലൂപ്പ് ഹോളും ഇല്ല അതിനകത്ത്. ഒന്നുകിൽ ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് കിട്ടിയിരിക്കണം. മറ്റതൊക്കെ ക്രെഡിറ്റ് നോട്ടിന്റെ മുകളിൽ പരിപാടികൾ നടക്കും, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നുവെച്ചാ നമ്മള് ഈ ഒരു ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കൗണ്ടുകളൊന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ള തരത്തിലാണ് കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണം ക്ലിയർ അല്ലേ? ഈ ഒരു പേന 10 രൂപ വില, ഞാൻ അവരിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞു 9 ഉറുപ്പിക്ക് തരാം. 10 ഉറുപ്പിയാണ് പേനയുടെ വില. അവർ ആദ്യം ബില്ലടിക്കുക 10 രൂപ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. എന്നിട്ട് അവരടിക്കും ലെസ് ഡിസ്കൗണ്ട്, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 1 രൂപ, അപ്പൊ 9 ഉറുപ്പ്യ. ആ 9 രൂപ ടാക്സ് ആണ് ഞാൻ കൊടുക്കേണ്ടതുള്ളൂ. അതിനെ പറയുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഒരു തരത്തിൽ ഒരു ലെവലിൽ പറയുന്നത്. മറ്റൊരു ലെവലിൽ എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് അവർ ബില്ലടിക്കും, എന്നിട്ട് നമുക്ക് സാധനം തരും. എന്നിട്ട് നമ്മൾ പറയും അത് 1 രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് നോട്ട് തരുട്ടാ, അപ്പൊ നിങ്ങൾക്ക് 9 രൂപേന് വിലയാവുള്ളൂട്ടാന്ന് പറയും. അപ്പൊ അവര് ഒരു 2-4 ദിവസത്തിന് ശേഷം അവർ ക്രെഡിറ്റ് നോട്ട് അടിക്കും. ആ ക്രെഡിറ്റ് നോട്ട് അടിച്ചിട്ട് നമ്മൾക്ക് 1 രൂപ ക്രെഡിറ്റ് നോട്ടിൽ തന്ന അതിന്റെ ടാക്സും കൂടെ അവർ തിരിച്ചു തരും. അതിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ടിൽ തരുന്നതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പൊ ക്രെഡിറ്റ് നോട്ട് നിർബന്ധമാണ്. ഒന്നുകിൽ ഇൻവോയ്സിൽ അത് കാണിക്കണം, അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് നോട്ട് നിർബന്ധമാണ്. അതാണ് ട്രേഡ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ചല്ല, അത് നമ്മളെ ഡെയിലി ഉള്ള അവരുടെ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് അവർ തരുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ദെൻ പിന്നെ ഉള്ളത് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 10 രൂപയുടെ പേന തന്നെ വാങ്ങിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു വില 10 രൂപയാണ്, പക്ഷെ ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് ക്യാഷ് തരികയാണെങ്കിൽ അത് 5% കുറച്ച് തന്നാൽ മതി ഇട്ടാന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അവിടെ ടാക്സ് കുറയില്ല. എന്തു മാത്രമേ കുറയുള്ളൂ? ഈ 10 രൂപ വില എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ക്യാഷിന്റെ പേയ്മെന്റ് ചെല്ലണ നേരത്തെ 5% കുറച്ച് വരും. ടാക്സ് പേയ്മെന്റ് മാറ്റം വരില്ല. അതിന് ക്രെഡിറ്റ് നോട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ അത് പറഞ്ഞാൽ മതി. ഓക്കെ. ദെൻ അടുത്ത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുകയാണ് സിമെന്റ്. ആ നേരത്ത് അവർക്ക് ഒരു ബൾക്കായിട്ട് സിമെന്റ് വന്നിറങ്ങിയെങ്കിൽ അവർ പറയും അതെ ഈ ആഴ്ച 2000 ചാക്ക് സിമെന്റ് മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ചാക്ക് ഫ്രീ, അല്ലെങ്കിൽ 20 ചാക്കിന്റെ വില ഫ്രീ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ. ഇതൊക്കെ പറയും പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അത് തികച്ചും ക്വാണ്ടിറ്റിയെ ബാധിക്കുന്ന സംഭവമാണ്. 2000 ബാഗ് മുട്ടിയില്ല എങ്കിൽ എന്താ സംഭവിക്കുക? 2000 ബാഗ് മുട്ടിയില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല. അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ഈ 3 ഡിസ്കൗണ്ട് ആണ്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ക്രെഡിറ്റ് നോട്ടിലൂടെയാണ് ഒട്ടുമിക്ക കമ്പനികളും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ പറഞ്ഞത് ഡിസ്കൗണ്ട് റിസീവ്ഡും ഡിസ്കൗണ്ട് അലൗഡും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് 10 രൂപ ഡിസ്കൗണ്ട് അലവ് ചെയ്തുട്ടാന്ന്. പണ്ടൊരു ആള് പറഞ്ഞു കുട്ടീനെ പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കാണാൻ വന്നപ്പോ 75 പവനും 5 ലക്ഷം രൂപയും തരാട്ടോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു തന്നെ ഉള്ളൂട്ടാന്ന് പറഞ്ഞു. കല്യാണ സമയമായി. ആകെ കുട്ടി ഇറങ്ങി വരുമ്പോ ആകെ 5 പവൻ ഇട്ടിട്ടില്ല.
അപ്പോ അവിടുത്തെ കാരണവരോട് ചോദിച്ചു, വന്ന ആള് ചോദിച്ചു, ഇതെന്താ നിങ്ങളല്ലേ അന്ന് പറഞ്ഞ 75 പവനും 5 ലക്ഷം തരാന്ന്, ഇതെന്താ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പറഞ്ഞു തന്നെ ഉള്ളൂന്ന്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതാണ് ഡിസ്കൗണ്ട് അലൗഡ്. നിങ്ങൾക്ക് അനുവദിച്ചു, കിട്ടിയിട്ടില്ല. അലൗഡ്. പക്ഷേ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് കിട്ടി. നമുക്ക് ക്രെഡിറ്റ് നോട്ട് വഴി കൊടുത്താലും അല്ലെങ്കിൽ ബൈ അഡ്ജസ്റ്റ്മെന്റ് വഴികളൊക്കെ നമുക്ക് തരാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് റിട്ടേൺ തരാം. അങ്ങനെ അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, നമുക്ക് കിട്ടി. മറ്റേ ഡിസ്കൗണ്ട് അലൗഡ്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അലവ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അലവ് ചെയ്തിട്ട് എന്നുള്ള ഒരു ഫോമിൽ ചിലപ്പോൾ ഒരു ലെറ്റർ വരിയിരിക്കാം, പക്ഷെ അപ്പോഴും അലവ് ചെയ്തിട്ടേ ഉള്ളൂ, നമുക്ക് കിട്ടിയിട്ടില്ല. അലവ് ചെയ്ത സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നി ക്രെഡിറ്റ് നോട്ട് വഴി കിട്ടണം, അല്ലെങ്കിൽ ബാങ്ക് മുഖേന കിട്ടണം, അതല്ലെങ്കിൽ നമുക്ക് ക്യാഷ് രൂപത്തിൽ കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. ക്രെഡിറ്റ് നോട്ട് വഴി കിട്ടുന്ന ട്രേഡ് ഡിസ്കൗണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണോ? തീർച്ചയായിട്ടും ചെയ്യണം. അതിന്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പർച്ചേസ് റിട്ടേണിന് തുല്യമാണ് ക്രെഡിറ്റ് നോട്ട് കിട്ടുന്നത്. അപ്പൊ പർച്ചേസിൽ നിന്ന് ആ ക്രെഡിറ്റ് നോട്ട് കിട്ടുന്ന വഴി കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മൾ പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിൽ നിന്ന് ആ ഇൻപുട്ട്, നമുക്ക് തിരിച്ചു കിട്ടിയ ഇൻപുട്ട് മൈനസ് ചെയ്തിട്ട് മാത്രമേ റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കൊല്ലത്തിന്റെ അവസാനം GST ഉദ്യോഗസ്ഥൻ വലിയൊരു എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റും സഹിതം ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇതെല്ലാം നമുക്ക് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ കാണിക്കുന്ന ആ ഒരു ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ദിവസം കഴിയുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു പിക്ചർ. എല്ലാം എനിക്ക് പറയാൻ കഴിയില്ല, ഒരു ലിമിറ്റഡ് ടൈമല്ലേ നമുക്കുള്ളൂ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇഫ് റിട്ടേൺ ഫയൽ ക്യാൻ വി ഗെറ്റ് ഇൻപുട്ട്? ക്രെഡിറ്റ് നോട്ട് വഴി കിട്ടുന്ന, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആർക്കാ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക? നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആർക്കാ? പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക ആർക്കാ? നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആർക്കാ? മറ്റ് കച്ചവടക്കാരനാ. നമ്മൾക്ക് ക്രെഡിറ്റ് നോട്ട് തരുമ്പോ എന്താ അവർ പറയുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ടാക്സും ആ വിലയും കൂടെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു എന്നാണ് പറയുന്നത് ക്രെഡിറ്റ് നോട്ടിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊടുത്ത ഇൻപുട്ട് മൈനസ് ചെയ്യണം. ഈ ക്രെഡിറ്റ് നോട്ട് വഴി എന്ന ഇൻപുട്ടിലേക്ക് ഞാൻ 10 രൂപയാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ 1 രൂപയാണ് ക്രെഡിറ്റ് നോട്ടിലൂടെ ഇൻപുട്ട് അവർ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ആകെ അവർക്ക് കൊടുത്ത എത്ര രൂപ ഇൻപുട്ട്? 9 രൂപയാണ്. ആ 9 രൂപയാണ് നമുക്ക് ഇൻപുട്ടായിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഞാൻ പിന്നെ പറയാം, അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പിന്നെ സംസാരിക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഒന്ന്, നമ്മൾ ആദ്യം എഴുതിയത് ഡാബുക്ക് ആണ്. ഒരു സാധാരണ കച്ചവടക്കാരൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡാബുക്ക് ആണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തികച്ചും അക്കൗണ്ടിങ് രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ അക്കൗണ്ടൻസിയുടെ ഒരു ഫോർമാറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് അത് എഴുതാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് പഠിച്ചിട്ടുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുമില്ല അത് എഴുതാൻ. വല്ല ബുദ്ധിമുട്ടുണ്ടോ ഡാബുക്ക് എഴുതാൻ? വരവൊക്കെ വരവ് കോളത്തിൽ എഴുതണം, അതിന് നമ്മൾ സംബോധന ചെയ്യുന്നത് ടു എന്നാണ്. ചെലവൊക്കെ ചെലവ് കോളത്തിൽ എഴുതണം, അതിന് സംബോധന ചെയ്യുന്നത് എന്താണ്? ബൈ എന്നാണ്. ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അത് നമ്മൾ മൈനസ് ചെയ്തിടണം. എന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ യൂട്യൂബില് എല്ലാം വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.